أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهداء لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. والوجه الثامن എട്ടാമത്തെ കാരണം അന്ന തുർക കുല്ലഹ മിൻ ആഖിർ സമാനി തസീറു ഇലാ ഹാദിഹി ത്വരീഖത്തുൽ മുഹമ്മദിയ്യ. അപ്പോൾ അന്ന തുർക കുല്ലഹ എല്ലാ ത്വരീഖത്തും ഫി ആഖിർ സമാനി ആഖിർ സമാനിലെ എല്ലാ ത്വരീഖത്തും തസീറു ഇലാ ഹാദിഹി ത്വരീഖത്തുൽ മുഹമ്മദിയ്യ, ഈ മുഹമ്മദിയായ ത്വരീഖത്തിലേക്ക് പ്രവേശിക്കപ്പെടും. ഇത് മുഹമ്മദിയായ ത്വരീഖത്താണ്, ഇത് പരിപൂർണമായ ത്വരീഖത്താണ്, ഇത് എല്ലാത്തിനെയും ഉൾപ്പെടുന്ന ത്വരീഖത്താണ് എന്ന കാരണം കൊണ്ട്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വരീഖത്താണ് എന്ന കാരണം കൊണ്ട് എല്ലാ ത്വരീഖത്തുകളും ഇതിലേക്ക് ചേർക്കപ്പെടും. എന്തുകൊണ്ടാണിത്? പിന്നെ അവസാന കാലഘട്ടത്തിൽ ഒറ്റ ത്വരീഖത്തേ ഉണ്ടാവുള്ളൂ. മദ്ഹബ് വാഹിദ, എല്ലാ മദ്ഹബുകളൊക്കെ തുടച്ചു മാറ്റപ്പെട്ട് ഒറ്റ മദ്ഹബേ ഉണ്ടാവുള്ളൂ. അല മന്ന ഖബറ ബിഹി അഹ്ലു കശ്ഫി റിദ്വാനുല്ലാഹി അലൈഹിം. കശ്ഫിന്റെ ആളുകളായ ആളുകൾ പറഞ്ഞതുപോലെ, കശ്ഫിന്റെ ആളുകളായ ആളുകൾ എന്താ പറഞ്ഞത്? അവസാന കാലഘട്ടത്തിൽ ഒറ്റ ത്വരീഖത്തേ ഉണ്ടാവുള്ളൂ, ഒറ്റ മദ്ഹബേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞതുപോലെ അവസാന കാലഘട്ടത്തിൽ ആ ഒരു ത്വരീഖത്ത് പറഞ്ഞാൽ ഈ മുഹമ്മദിയായ ത്വരീഖത്താണ്. ഇതിലേക്കെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. അവസാന കാലഘട്ടത്തിലാണ് മഹദി കടന്നു വരുന്നത്. മഹദി കടന്നു വരുമ്പോൾ ഇവിടെ എല്ലാ ത്വരീഖത്തിനെയും ഒന്നാക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ത്വരീഖത്തും തിജാനിയ ത്വരീഖത്തിലേക്ക് ചേർക്കും. ഇനി മറ്റൊന്നിലേക്കും ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ് തിജാനിയത്തിന്റെ കൊടി എല്ലായിടത്തും നാട്ടും എന്നും ആണ് പറഞ്ഞതിന്റെ സാരം. അലാമന്ന അഖ്ബറ മിൻ അഹ്ലി കശ്ഫി റിദ്വാനുല്ലാഹി അലൈഹി ഐദൻ ശരീഅത്തുൽ മുഹമ്മദിയ്യ മിൻ ഹാദിഹിൽ ഹൈസിയ്യത്തി. ഏതുപോലെ ശരീഅത്തുൽ മുഹമ്മദിയ്യയും ആയതുപോലെ മുഹമ്മദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് ഒറ്റ ശരീഅത്തല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാ ശരീഅത്തും അതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ. വിശ്വാസങ്ങൾ വന്നതോടുകൂടി എല്ലാ ശരീഅത്തും അതിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്ന കാരണം പോലെ എന്നതുപോലെ നമ്മളെ ത്വരീഖത്ത് വരുമ്പോൾ എല്ലാ ത്വരീഖത്തിനും അതിലേക്ക് അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഫഖീല ലഹൽ മുഹമ്മദിയ, ഈ ഒരു കാരണം കൊണ്ടും കൂടിയാണ് അതിനെ മുഹമ്മദിയ എന്ന് നാമകരണം ചെയ്യപ്പെടാൻ കാരണം. അതിൽ ഒമ്പതാമത്തെ കാരണം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഗാറു ലിഅഹ്ലിഹാ ഐറതൻ ഖാസ്സ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് യഗാറു ലിഅഹ്ലിഹാ, ഈ ത്വരീഖത്തിന്റെ ആളുകളോട് പ്രത്യേകമായ ഒരു സ്നേഹത്തിന്റെ അസൂയ വെക്കുന്ന അവസ്ഥയിലാണ്. ഉണ്ടാവില്ലേ, നമ്മൾ ചിലപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു അസൂയ ഉണ്ടാവും. പിന്നെ അവരുടെ മുകളിൽ, അതായത് വേറെ ആരും അവരെ സ്നേഹിക്കരുത്, വേറെ അവരെൻ്റെതാണ് നമുക്ക് തോന്നുന്നൊരു അസൂയ. ആ അസൂയ ഈ വിശ്വാസങ്ങൾക്ക് ഉണ്ട്. ആരോടുണ്ട്? ഈ ത്വരീഖത്തിന്റെ അഹലുകാരോടുണ്ട്. ഐറത്തുൻ ഹാസത്തൻ, അത് പൊതുവായ ഒരു ഐറത്തുണ്ട്. വിശ്വാസങ്ങൾക്ക് തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും ഒരു പ്രത്യേകമായ ഒരു അസൂയൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നെ പൊതുവിലുള്ള ഒരു അസൂയല്ല. ഈ ത്വരീഖത്തിന്റെ ആളുകളോട് പ്രത്യേകമായ ഒരു അസൂയ ആ വിഷയത്തിൽ വിശ്വാസങ്ങൾക്കുണ്ട്. എന്താ? അന്നഹു യുദീഹിം. കാരണം എന്താണത്? യുദീഹിം, അവരാരെങ്കിലും വേദനിപ്പിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിക്കും. അപ്പോൾ പ്രത്യേകമായൊരു അസൂയ. ഇപ്പൊ നമുക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം കൊണ്ട് പ്രത്യേക അസൂയ നമുക്ക് ഉണ്ടായി. അസൂയന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാല് അവരാരെങ്കിലും വേദനിപ്പിച്ചാൽ അത് നമ്മളെയും വേദനിപ്പിക്കുന്ന പോലെ നമുക്ക് വേദനാവും. അവരെ വേദനിപ്പിച്ചാൽ നമുക്ക് വേദനാവും. അപ്പോൾ നേരെ ഓപ്പോസിറ്റിന് ശരിയാണ്. അവരെ സന്തോഷിപ്പിച്ചാൽ നമ്മൾ സന്തോഷിക്കും, അവരെ വേദനിപ്പിച്ചാൽ നമ്മളും വേദനിക്കും. ആ ഒരു അവസ്ഥ ഹസ്ബുമാ ഖബറ ബിഹി ശൈഖ് റളിയല്ലാഹു അൻഹു, സയ്യിദിനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞു തന്നതുപോലെ ഫി മഹല്ലി ഫി കലാമി അലാ അബ്യാദുൻ നളമി ഇൻഷാ അല്ലാഹ്. അത് ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തെക്കുറിച്ച് ആ വിശ്വാസങ്ങളെ പറഞ്ഞ ആ വാക്കുകൾ പിന്നീട് പിന്നെ ഈ കിതാബ് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു കവിത വിശദീകരിക്കുമ്പോൾ പറയാം എന്നാണ് പിന്നെ
അറബി ബിൻ ഷാഹിദ് തങ്ങൾ പറയുന്നത്. അമിൻ അജലി ഇഹ്തിസാസി മിഹാദിൽ ഗൈറത്തിൽ മുസ്തഫിയ്യത്തി, ഈ മുസ്തഫവിയായ അസൂയന്റെ അടിസ്ഥാനത്തിൽ സഹത്തുലഹും നസ്ബത്തുൽ മുഹമ്മദിയ, അപ്പോഴും അതിന് എന്ത് പേര് നൽകപ്പെടാം, മുഹമ്മദിയ എന്ന് പേര് നൽകപ്പെടാം, ഈ ഒരു അസൂയ കൊണ്ട്. അപ്പോ അഹമ്മദ് തിജാനി തങ്ങളെ മുരീദന്മാരോട്, തിജാനികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്നേഹത്തിന്റെ അസൂയുണ്ട്. ആ അസൂയന്റെ പ്രത്യേകത എന്താ? അവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവർക്ക് സ്വദേശങ്ങളാണ് വേദനിക്കാം. ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിജാനികളെ വേദനിപ്പിച്ചാൽ തന്നെ. അതുകൊണ്ട് സ്വദേശങ്ങൾ ഒരിക്കലും അഹമ്മദ് തിജാനി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം വാക്കായിട്ടുണ്ടാവരുത്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കരുത്. എന്നിട്ട് സ്വദേശങ്ങൾ പറയാണ്, അതുകൊണ്ട് ഞാനാണ് വേദനിക്കുന്നത്. അഹമ്മദ് തിജാനി തങ്ങളോട് പറയാണ്, പരസ്പരം അടികൂടരുത് എന്ന് പറയുന്നത് വെറുതെ അടികൂടുന്നതിനെ പറ്റിയല്ല. അവർ പരസ്പരം തിജാനികളായ രണ്ട് മുഖദ്ദമീങ്ങളുടെ മുരീദന്മാർ പരസ്പരം അങ്ങനെ പറയായിരുന്നു, എന്റെ മുഖദ്ദമാണ് വലുത്, മറ്റേ ആൾ പറയാം എന്റെ മുഖദ്ദമാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ട കൂടുക. ചെറിയ വിഷയത്തിൽ ഒരു അനുവദനീയമായ ഒരു വിഷയത്തിലായി ചിലപ്പോൾ ഒരു മുഖദ്ദമ ആയിരിക്കും വലുത്, ഒക്കെ സംഭവം ശരിയായിരിക്കാം. പക്ഷെ എന്നാൽ തന്നെ അത് മറ്റേ ആളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ എന്റെ മുഖദ്ദമാണ് വലുത്, എന്റെ മുഖദ്ദമാണ് ഉഷാറ്, എന്റെ മുഖദ്ദമല്ല എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവര് ചർച്ച ചെയ്യണം. അപ്പോൾ തന്നെ സ്വദേശങ്ങൾ അഹമ്മദ് തിജാനി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുരീദന്മാരോട് പറയണം, നിങ്ങൾ പരസ്പരം അങ്ങനെ വേദനിപ്പിക്കരുത്. കാരണം അവർ വേദനിക്കുന്നതിലൂടെ ഞാനാണ് വേദനിക്കുന്നത്. ഒരു മുരീദ് അങ്ങോട്ട് പറയുമ്പോൾ ആ മുരീദിന് വേദനിക്കും, അപ്പോഴും വേദനിക്കുന്ന റസൂലുള്ളാഹിങ്ങൾ തന്നെ. ആ മുരീദ് തിരിച്ചു പറയുമ്പോൾ ഈ മുരീദിന് വേദനിക്കും, അപ്പോഴും വേദനിക്കുന്ന റസൂലുള്ളാഹിങ്ങൾ തന്നെ. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾ പറയാണ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചണ്ട കൂടിയിട്ട് നല്ല കാര്യത്തിന് സംസാരിച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കരുത്, അതിലൂടെ ഞാനാണ് വേദനിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, മോശം കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അടികൂടുകയാണെങ്കിലോ, നമ്മളൊരാളെ വെറുതെ ചീത്ത പറയാണ്, നമ്മളെ ഇഖ്വാനികൾ ആരെങ്കിലും ചീത്ത പറയാണ്, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാൻ വേണ്ടി അവർ കുറ്റം പറയാണ്, അവരറിയാതെ അവരെ പിന്നിൽ നിന്ന് നമ്മൾ കുറ്റം പറയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ദ്രോഹം ഉണ്ടാവട്ടെ നമ്മൾ കരുതി കൂട്ടി നമ്മൾ ഉദ്ദേശിക്കുകയാണ്, അവരിലേക്ക് ആ ദ്രോഹത്തെ എത്തിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവരൊരു ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നമ്മൾ തടയുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ് എങ്കിൽ അവ എത്രമാത്രം സ്വദേശങ്ങളെ വേദനിപ്പിക്കും. അപ്പൊ ഈ ഒരു പ്രത്യേകതകൾ കൊണ്ടും കൂടിയാണ് ഈ ത്വരീഖത്തിന് മുഹമ്മദിയ എന്ന് പേര് നൽകപ്പെടാൻ കാരണം. അൽ വജ്ഹുൽ ആഷിർ, 10ാമത്തെ കാരണം, ഹാദിഹി ഷെയ്ഖുൽ അക്ബർ, ഈ വലിയ ഷെയ്ഖ്, ഈ ആരാണ് വലിയ ഷെയ്ഖ് ഉദ്ദേശിക്കേണ്ടത്? സയ്യിദ്നാ ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങൾ. ലമ്മാ കാന ഹുവൽ ഹതമുൽ മുഹമ്മദിയ്യത്തിൽ അഷ്ഹർ, മുഹമ്മദിയ വിലായത്തിന്റെ ഹത്തുമാണ് എന്നതാണ് അതിന്റെ മറ്റൊരു കാരണം. അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് നബുവത്തിന് ഒരു ഹത്തമുള്ളതുപോലെ ഔലിയാക്കന്മാർക്കും ഒരു ഹത്തമുണ്ട്, ഔലിയാക്കന്മാർക്കും ഒരു സീലുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാരുടെ ഹത്തമായതുപോലെ അഹമ്മദ് തിജാനി തങ്ങൾ നമ്മളെ ഷെയ്ഖ് ഔലിയാക്കന്മാരുടെ ഹത്തമാണ് എന്നതും ഇതിന് മുഹമ്മദിയ എന്ന് പേര് വരാൻ മറ്റൊരു കാരണമാണ്. പ്രത്യേകമായ ബഹുമതി, അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ ബഹുമതികൾ എന്തൊക്കെയുണ്ടോ ആ ബഹുമതികളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയാണ് നമ്മളുടെ ഷെയ്ഖ്. എന്തൊക്കെ ബഹുമതികൾ ഓരോ ഔലിയാക്കന്മാർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ടോ ആ ബഹുമതികളെല്ലാം ഓരോന്നും ഒന്നും ഒഴിവാവാതെ ലഭിച്ച ആളാണ് നമ്മളെ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. കമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹായിസുൽ ജമീഅ ലിൽ അംബിയാഇ വറസുൽ, ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എല്ലാ അമ്പിയാക്കന്മാർക്കും മുർസലീങ്ങൾക്കും മിനൽ കമാലാത്തിൽ ഇലാഹിയായ പരിപൂർണതകളിൽ നിന്ന് നൽകിയിട്ടുള്ള എല്ലാ കാര്യവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതുപോലെ ഇപ്പൊ മറ്റ് അമ്പിയാക്കന്മാർക്കും മുർസലീങ്ങൾക്കും എന്തൊക്കെയാണോ അള്ളാഹു തആല അവന്റെ പരിപൂർണതകളിൽ നിന്ന് നൽകിയത് അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹു ഈ മനുഷ്യനിൽ, ഈ വലിയ അള്ളാഹു ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സുമ്മൈത ത്വരീഖത്തുഹു അൽ മുഹമ്മദിയ, അതുകൊണ്ടാണ് അവിടുത്തെ ത്വരീഖത്തിനെ സയ്യിദ്നാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ത്വരീഖത്തിനെ ത്വരീഖത്തുൽ മുഹമ്മദിയ എന്ന് നാമകരണം ചെയ്യപ്പെടാൻ കാരണം.